ആരും വിഷമിക്കൊന്നും വേണ്ട. ഇലക്ഷൻ ഇനിയും 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരുമല്ലോ. എനിക്കൊരു വിഷമവുമില്ല. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണമാണ്. ക്ലീറ്റ ചേട്ടാ ഫോട്ടോ സാരമില്ല, ശത്രുക്കളാണ് ചുറ്റും. പ്രവർത്തകരെല്ലാം ആകെ ടെൻഷൻ അടിച്ചിരിക്കുവോ? കാര്യം ഇലക്ഷൻ ഇത്ര ദിവസം മുമ്പ് വരെ മച്ചമ്മയുടെ പേര് MP സ്ഥാനത്തേക്ക് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നപ്പോൾ ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതറിഞ്ഞ RDP-കാരവിടെ പടക്കം പൊട്ടിച്ച് ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് ഭ്രാന്തകുരി വെച്ചന്. തല പൊട്ടി തെറിക്കും ആരുടെയാണെങ്കിൽ. ഇവിടെ ഓരോ കരയാതെ കൊണ്ടുവന്ന പാട് എനിക്കറിയാം. കരയിലെ ക്ലീറ്റന്റെ നെഞ്ച് പൊടിഞ്ഞു പോകണം. എന്നെ തുടരുത്. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോണെന്ന് പറഞ്ഞപ്പോഴേ ഇവള് പറഞ്ഞതാ തോറ്റാ എന്ത് സംഭവിക്കുമെന്ന്. ഈ നാവെടുത്ത് വളർത്തപ്പോഴേ ഞാൻ വിചാരിച്ചു തോറ്റിട്ട് കളത്തിലിറങ്ങി ഒന്ന് കളിക്കാൻ പോലും പറ്റിയില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചേച്ചി അഭിപ്രായം പറയും. എന്നാലും ഭാഗ്യത്തിന് പ്രമാണം വെച്ച് സേട്ടുമാറിയെന്ന് ലക്ഷങ്ങൾ മറിക്കാഞ്ഞ കാര്യമായി. കാര്യം എന്തോ ചെയ്താലോ? പോട്ടെ പോട്ടെ, കാര്യമില്ല, സാരമില്ല. എങ്ങനെ ആളുകളെ പോത്ത് നോക്കും? പാർട്ടിയിലെ അണികളെ പോത്ത് സമാധാനായിട്ടിരിക്കും. ചെല്ലു പോയി ഉടുപ്പൊക്കെ മാറ്റി. ചെല്ലു കൊണ്ടുപോയ വിഷമിക്കല്ലേ, ഞാൻ നല്ല മണിപ്പൂട്ടി ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൂടെ ചേർത്ത് കൈയും കാലം തളർന്നു. ഞാനുണ്ടല്ലോ. വിഷമിക്കാതെ പോ. അയ്യോ, എന്നാലും കർത്താവേ എന്നോട് ഈ ചതി ചെയ്തല്ലോ. എന്റെ കർത്താവ്, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഒരു കണക്കിനെല്ലാം നല്ലതെന്ന് കരുതിയാടി. എന്ത് നല്ലത്? നെഞ്ച് തകർന്നു പോണ കണ്ടില്ലേ? അടി അവൻ പാവാ, കാണിക്കുന്ന മനക്കട്ടിന്നവനില്ല. അവിടെ പൊട്ടി കരഞ്ഞിട്ടില്ലേ? ഇലക്ഷനിൽ നമുക്ക് അങ്ങനെ തോറ്റുവെങ്കിൽ അവസ്ഥ ആലോചിക്കാണ്. കരയാതെ ഇങ്ങോട്ട് കയറി പോവാൻ മച്ചോ.